ഭീഷണിപ്പെടുത്തി നിലയ്ക്ക് നിർത്താൻ നോക്കുക നീ. നിന്നെ പോലൊരു നരുന്ത് പെണ്ണ് വന്ന് ഉമ്മാക്കി കാണിക്കുമ്പോ ഞാനങ്ങ് തകർന്നു പോകുന്നു കരുതിയോ? തലകുത്തി നിന്നാ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കഴിയുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കടി. അതിന് തന്നെയാ വന്നത്. ഒരിക്കൽ നിങ്ങൾക്ക് ഞാൻ വാക്ക് തന്നിരുന്നു, നിങ്ങൾ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങളൊന്നും മറ്റാരും അറിയാതെ നോക്കാന്ന്. ആ വാക്കൊന്ന് തെറ്റിക്കുക ഞാൻ. ഇനിയുള്ള ദിവസങ്ങൾ എനിക്കുള്ളതാക്കാൻ ചെറിയൊരു സത്യലംഘനം. വിരോധമില്ലല്ലോ? സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. കാരണം ഈശ്വരൻ എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നിങ്ങൾക്കിനി അധിക ദിവസം ഉണ്ടാവില്ല. കിടന്നോളൂ. കുട്ടികൃഷ്ണൻ അല്ലടാ? അതെ. എവിടെടാ ഗായത്രി ദേവി? ചേച്ചി ഇവിടെ ഇല്ല സാറേ. ചേച്ചി അവിടെ ഉണ്ട്. അമ്മ എന്തിനാ വിളിപ്പിച്ചത്? നിനക്ക് ധൃതിയുണ്ടോ? സാരമില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇന്നലെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ നിന്റെ ഭാര്യ എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാണെന്നറിയണ്ടേ? എന്നെ ഭീഷണിപ്പെടുത്താൻ. ദേവമംഗലത്തെ ഗായത്രി ദേവിയുടെ കാലം അവസാനിക്കാറായെന്ന് ഓർമ്മപ്പെടുത്താൻ. നിലയ്ക്കും വിലയ്ക്കും ചേരാത്തൊരു ചുറ്റുപാടിന്ന് അവളെ ഈ കുടുംബത്തിലേക്ക് നീ കൈപിടിച്ച് കയറ്റിയപ്പോ അതെന്റെ നാശത്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നെഞ്ചി കൈവച്ച് നിനക്ക് പറയാമോ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നില്ലെന്ന്? സ്നേഹിച്ചു. ചതിവ് പറ്റിയെന്നറിഞ്ഞ അവസാന നിമിഷം വരെ അവളെ ആ കുഞ്ഞിനെയും സ്വന്തമെന്ന് കരുതി തന്നെയാ സ്നേഹിച്ചത്. അവൾക്ക് പോലും അത് നിഷേധിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ അവളെ വെറുക്കുന്നുണ്ടെങ്കിൽ, ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവളുകൂടി ആ ചതിക്ക് കൂട്ടുനിന്നിട്ടാണ്. ഒരു പരിധിവരെ നീയും. ശരി തന്നെ, എന്റെ ഉത്തരവാദിത്തം ഞാൻ ഒഴിയുന്നില്ല. പക്ഷേ
ഒന്നും എന്റെ പരിധിക്ക് വരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം നേരെയാക്കാൻ ഞാൻ തുടങ്ങിയതല്ലേ. തുടക്കത്തിൽ നിനക്ക് പിഴച്ചുപോയി. ആദ്യം വരുതിക്ക് നിർത്തേണ്ടത് നിന്റെ ഭാര്യയായിരുന്നു. അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ കുഞ്ഞിപ്പ ഈ വീട്ടിൽ കണ്ടേനെ. നിനക്ക് പിഴയ്ക്കൂന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചില മുൻകരുതലുകൾ എടുത്തു. പക്ഷെ സമയദോഷാവാം. അവിടെ എനിക്ക് ചില തെറ്റുകൾ പറ്റി. എന്താ എങ്ങനെ എന്നൊന്നും നീ അന്വേഷിക്കാൻ നിൽക്കണ്ട. അതൊക്കെ ഞാൻ നിന്നെ വഴിയെ അറിയിക്കാം. വിളിപ്പിച്ചത് അവളുടെ കാര്യം സംസാരിക്കാനാ. സർവ്വസന്നാഹങ്ങളും ഒരുക്കിയാണ് അവളുടെ പുറപ്പാട്. നിയന്ത്രിക്കാൻ നീ കൂടി ഇല്ലാത്തപ്പോ അതും അവൾക്ക് സൗകര്യമായി. ഈ വീട്ടിൽ ഞാനും നീ ഒഴികെ മറ്റുള്ളവരെല്ലാം അവളുടെ ഒപ്പമാണ്. അമ്മയ്ക്ക് പേടിയായി തുടങ്ങി മോനെ. ഇത്രയും കാലം ജീവിച്ചത് തന്നെ മക്കളുടെ കൈകൊണ്ട് പിണ്ടം കിട്ടാതെ മരിക്കാനാണെന്ന് തോന്നുന്നു. ഞാൻ എന്ത് വേണം? ചോദിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പറയാം. എനിക്കെതിരെ ഒരു നീക്കത്തിനും ഇനി അവൾ ഒരുങ്ങാൻ പാടില്ല. അല്പമെങ്കിലും അധികാരമോ അവകാശമോ അവളുടെ അടുത്ത് നിനക്കുണ്ടെങ്കിൽ അത് നടന്നിരിക്കണം. പറ്റുമോ നിന്നെക്കൊണ്ട്? ഇപ്പൊ നീ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്തിനവളെ ഇത്ര ഭയക്കുന്നതെന്ന്. നേരത്തെ പറഞ്ഞില്ലേ എന്റെ സമയദോഷം. നക്ഷത്രങ്ങളൊക്കെ മാറി തുടങ്ങി. അതാണല്ലോ നീർക്കൂലി കുഞ്ഞുങ്ങളും എന്റെ നേരെ പത്തി വിടർത്തി തുടങ്ങുന്നത്. വിധി അതാണെങ്കിൽ കീഴടങ്ങാൻ അമ്മ തയ്യാറാണ്. പക്ഷേ അത് അവൾക്ക് മുമ്പിലാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ചെല്ല്. എനിക്കെതിരെ ഇനി ഒരു കാൽവയ്പ് അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. ഉപദേശിച്ചോ ഭീഷണിപ്പെടുത്തിയോ അവളെക്കൊണ്ട് അതിന് സമ്മതിപ്പിക്കണം. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. പരമ്പര തുടരുന്നു. നീ എന്നത് നേരത്തെ? ബസ് ചിലപ്പോ സമയത്തിന് കിട്ടിയെന്ന് വരില്ല. അല്പം നേരത്തെ ആയാൽ ഓഫീസിൽ വൈകണ്ടല്ലോ. ഇന്നത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. അതെന്താ ഇന്നത്തേക്ക് മാത്രം ഒരു പ്രത്യേകത? കുറച്ചു നാൾ ഒരുമിച്ചുള്ള പോക്കും വരവും, പിന്നെ രണ്ടുപേരും രണ്ടു വഴിക്ക്, വീണ്ടും 1-2 ദിവസത്തേക്ക് ഒന്നിച്ച്. വെറുതെ എന്തിനാ ഓഫീസിലുള്ളവരെ കൊണ്ട് പറയിക്കുന്നത്? ഞാൻ വരുന്നില്ല. ശശിയേട്ടൻ എന്താ വേണ്ടത്? എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. അമ്മയും നീയായിട്ടെന്താ പുതിയ പ്രശ്നം? പുതിയ പ്രശ്നോ? ശശിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താന്ന് കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. രണ്ടുപേരും ചേർന്ന് എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സിലായി. എന്ത് മറച്ചു വെക്കാൻ? അഥവാ ഞാനതിന് ശ്രമിച്ചാലും അമ്മയ്ക്ക് ശശിയേട്ടനെ വിളിക്കാൻ കഴിയോ? എന്താന്ന് വ്യക്തമായിട്ട് ചോദിക്കാറുന്നില്ലേ? മതി. ഇനി നീയും കൂടി എന്നെ പൊട്ടനാക്കാൻ ശ്രമിക്കില്ലേ? ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. അമ്മ ഇപ്പം നിന്നെ വല്ലാതെ ഭയക്കുന്നുണ്ട്. എന്താ അതിന് കാരണം? അതെനിക്കൊരു പുതിയ അറിവാണല്ലോ. ദേവമംഗലം അടക്കി വാഴുന്ന ഗായത്രി ദേവിക്ക് എന്നെ പേടിയോ? എന്തിന്? നീ എന്താ എന്നെ കളിയാക്ക്? എന്ത് പറഞ്ഞ അമ്മയെ നീ ഇങ്ങനെ മുൾമുനി നിർത്തിയിരിക്കുന്നത്? അമ്മു നമ്മുടെ കുഞ്ഞല്ലാന്ന് അറിഞ്ഞപ്പോ പോലും അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. എന്താ അതിലും വലിയൊരു ഇഷ്യൂ? അറിഞ്ഞേ പറ്റൂ എനിക്ക്. പറയാം. പക്ഷെ അതിനു മുൻപ് എനിക്ക് നിങ്ങളുടെ അമ്മയുടെ സമ്മതം വേണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സന്ധി ചെയ്യലിന്റെ ഉദ്ദേശം. ഇവിടെയുള്ളവരെയെല്ലാം വെറും കളിപ്പാട്ടങ്ങളാക്കി വിചാരിക്കുന്നതൊക്കെ അമ്മ നിഷ്പ്രയാസം നേടിയില്ലേ? മറ്റുള്ളവരുടെ മനസ്സെന്താണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അമ്മ? എല്ലാവരെയും ജയിച്ച് മുന്നേറുമ്പോ അമ്മ ഒരു കാര്യം മറന്നുപോയി ശശിയേട്ടാ. ബാധിച്ചവന് ഒരു ദിവസം ഉണ്ടാവുന്നു. ഇപ്പൊ അമ്മയ്ക്കത് മനസ്സിലായിരിക്കുന്നു. അതായി പേടി. വേണ്ട. അമ്മയോട് എതിർത്ത് ആരും ഇവിടെ ജയിക്കാൻ നോക്കണ്ട. എതിർക്കാൻ ശ്രമിക്കും തോറും വാശി കൂടുകയുള്ളൂ അമ്മയ്ക്ക്.
അമ്മയ്ക്കെതിരെ നീ വല്ല നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഉപദേശമായിട്ടോ ഭീഷണിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിനക്ക് കരുതാം. പക്ഷെ ഇതിന്റെ പേരിൽ ഇനി അമ്മയുടെ കണ്ണ് നിറയരുത്. സ്വന്തം അമ്മയുടെ കണ്ണൊന്ന് നിറഞ്ഞപ്പോ നെഞ്ചു പൊള്ളുന്നുണ്ടല്ലേ? ആ കണ്ണിരിഞ്ഞ് മാത്രമേ വിലയുള്ളൂ. ആയുഷ്കാലത്തേക്കുള്ളത് മുഴുവൻ കുറച്ചു ദിവസം കൊണ്ട് കരഞ്ഞു തീർത്തോളാം ഞാൻ. ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും വന്നിരുന്നോ നിങ്ങൾ? കുറച്ചു നാളു മുമ്പ് നിരപരാധികളായ കുറച്ച് മനുഷ്യരുടെ ഇടയിലേക്ക് നിങ്ങളുടെ അമ്മ ഒരു ബോംബ് വലിച്ചെറിഞ്ഞു. അത് ഭയങ്കരമായിട്ട് പൊട്ടി. ആ പൊട്ടിത്തെറിയിൽ ഞാനും നിങ്ങളും അടക്കം എത്ര പേരുടെ സമാധാനവും സന്തോഷവും ഇല്ലാതായത്. ആരൊക്കെ വെന്തുരുകുന്നു. എന്നിട്ടും അടങ്ങില്ലല്ലോ അവരുടെ പകയും വാശിയൊന്നും. ഞാൻ ഒഴുക്കിയ കണ്ണീരിനും നെഞ്ചുപൊട്ടിയുള്ള പ്രാർത്ഥനയ്ക്കും ഈശ്വരൻ എനിക്കൊരു അവസരം തന്നു. അമ്മയ്ക്കെതിരെ പ്രയോഗിക്കാൻ ഇന്ന് എന്റെ കയ്യില് അതിലും വീര്യമുള്ളൊരു ആയുധമുണ്ട്. അതിന്റെ ചൂടേറ്റാൽ അമ്മ മാത്രമല്ല, ശാപം കിട്ടിയ നിങ്ങളുടെ ഈ മണിമാളിക പോലും ഭസ്മമായി പോവും. അമ്മയ്ക്കത് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാ ശശിയേട്ടനിപ്പോ ഈ ദൂതുമായി എന്റെ മുന്നിൽ. സന്ധി ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷെ അത് അമ്മയെ പേടിച്ചിട്ടല്ല. ഒരിക്കലും എന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് 100 തവണ എന്നോട് സത്യം ചെയ്തിട്ടില്ലേ ശശിയേട്ടൻ? ആ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സന്ധി ചെയ്യാൻ ഒരുക്കമാണ്. ശശിയേട്ടന്റെ ആവശ്യം ഞാൻ അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. നമുക്കിടയിലെ എല്ലാ വിട്ടുവീഴ്ചകളും നല്ലതിനു വേണ്ടിയാവണമെന്ന് എപ്പോഴും പറയാറില്ലേ? ഇതും അങ്ങനെ തന്നെ കരുതിക്കോളാം. ഒരുപാട് വേദന ഉള്ളിലൊതുക്കി ശ്യാമ എന്ന ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന വിട്ടുവീഴ്ച. അതുകൊണ്ട് ഈ വീടും അതിലുള്ള മനുഷ്യനെ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. വാക്ക് തരുന്നു, അമ്മയ്ക്കെതിരെ കരുതി വെച്ച ആയുധം പുറത്തെടുക്കില്ല ഞാൻ. പക്ഷെ എന്റെ 2 കുഞ്ഞുങ്ങളുടെ ആയുസിന് എന്തുറപ്പാ ശശിയേട്ടന് പകരം തരാനുള്ളത്? കുടുംബിനി. കുടുംബിനി പരമ്പര തുടരുന്നു. മറഞ്ഞു നിന്ന് മനഃപൂർവ്വം കേട്ടതല്ല. അകത്ത് നിങ്ങളുടെ ഒച്ചയുയർന്നു കേട്ടപ്പോ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തള്ള ബുദ്ധിപൂർവം ശശികൊണ്ട് നിന്റെ നാവ് കെട്ടിച്ചു അല്ലേ? അവർക്കെതിരെ ഒരു അക്ഷരം പറയില്ലെന്ന് ഭർത്താവിനോട് നീ സമ്മതിക്കുകയും ചെയ്തു. കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല കുടുംബിനിയുടെ ധർമ്മം പാലിക്കുന്ന മാതൃകാ വനിത. അഭിനന്ദിച്ചില്ലേ ഭർത്താവ്? ചെയ്ത ത്യാഗത്തിന് സമ്മാനമെല്ലാം തന്നോ ഗായത്രി ദേവി? അതോ പ്രത്യുപകാരമായി കുഞ്ഞിനെ കൊല്ലാതിരിക്കാമെന്ന് ഭർത്താവ് മുഖേന അറിയിച്ചോ നിന്നെ? ഉഷേച്ചി, വിളിക്കണ്ട അങ്ങനെ. എന്ത് ഭാവിച്ച നീ ശശിക്ക് വാക്കുകൊടുത്തത്? അനുഭവിച്ചൊന്നും പോരെ? അതോ ഇരുട്ട് മുറിയിൽ നിലക്കം കിടക്കണോ? അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല. ഉറപ്പിച്ച് പറയാൻ കഴിയോ നിനക്ക്? കഴിയില്ല. നിനക്കെന്നല്ല, ഈശ്വരന് പോലും അവരുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല. ഇതൊക്കെ അവരുടെ അടവാ. നിന്റെ വായടച്ചിട്ട് അവരിനിയും പുതിയ കരുക്കൾ നീക്കും, നോക്കിക്കോ. അതിനത്ര പെട്ടെന്നൊന്നും അമ്മ ധൈര്യപ്പെടില്ല ഉഷേച്ചി. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കുമെന്നുള്ള പേടി ഇപ്പൊ ആ മനസ്സിലുണ്ട്.
നീ ഇത്രയ്ക്ക് മണ്ടയായി പോയല്ലോ ശ്യാമേ. ശരിക്കറിയില്ല നിനക്കവരെ. ഓരോരുത്തരെയായി അവരെ നീ മിണ്ടാതാക്കും. അതിന്റെ ആദ്യപടി ഇപ്പൊ നടക്കുന്നെ. ആ കെണിയില് നീ ചെന്ന് ഭംഗിയായി ചാടി കൊടുക്കുകയും ചെയ്തു. ഞാൻ ഒരു കെണിയിലും പെട്ടിട്ടില്ല. നമ്മളെയൊക്കെ ഇനി ഉപദ്രവിക്കാൻ ഒരു നീക്കം അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ കൊടുത്ത വാക്കിനെ പറ്റി ഞാനൊന്ന് മാറ്റി ചിന്തിക്കും. സത്യവും ഞാൻ പറയുന്നത്. അമ്മയായിട്ട് തന്നെ എല്ലാം അവസാനിപ്പിക്കുമെങ്കിൽ അതല്ലേ ഉഷീച്ചി നല്ലത്. അതിനുവേണ്ടി നമുക്കിത്തിരി താഴ്ന്നു കൊടുക്കാം, സഹിക്കാം, മറക്കാം. അത്ര എളുപ്പം മറക്കാനും പൊറുക്കാനും കഴിയോ നമുക്ക്? ഒക്കെ അനുഭവിച്ചത് നമ്മൾ രണ്ടാളും അല്ലേ? ഉഷീച്ചി സമാധാനായിട്ടിരിക്കെ. വേണ്ടാത്തതൊക്കെ ചിന്തിച്ച് മനസ്സിനിയും കൈവിട്ടു പോവരുത്. പോട്ടെ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. കുടുംബിനി